2020 ലോകകപ്പിലും ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം അടുത്ത വർഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നടക്കുന്ന ക്രിക്കറ്റ് ലോകകപ്പിന്റെ മത്സരക്രമം പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 15-നാണ് ആരാധകർ കാത്തിരിക്കുന്ന ക്ലാസിക് പോരാട്ടം. 4 ഗ്രൂപ്പുകളിലായി 20 ടീമുകൾ മാറ്റുരയ്ക്കും. രോഹിത് ശർമ്മയാണ് ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ആഷിഖ് റഹ്മാൻ ചേരുകയാണ്. ആഷിഖ്, എങ്ങനെയാണ് ഈ ചാർട്ട്? ബിനിൽ, അടുത്ത വർഷം ഫെബ്രുവരി 7 മുതൽ നടക്കുന്ന T20 ലോകകപ്പിൻ്റെ മത്സരക്രമമാണ് ഇപ്പോൾ ICC പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഇന്ത്യയും പാകിസ്ഥാനും വീണ്ടും ഒരേ ഗ്രൂപ്പിൽ ഏറ്റുമുട്ടും എന്നുള്ളതാണ്. ആരാധകർ കാത്തിരിക്കുന്ന പോരാട്ടം ഫെബ്രുവരി 15-നാണ്. ഫെബ്രുവരി 7-നാണ് മത്സരങ്ങൾ തുടർന്ന് ഫെബ്രുവരി 15-ന് ഇന്ത്യയും പാകിസ്ഥാനും വീണ്ടും ഏറ്റുമുട്ടും. ഇന്ത്യയിലും ശ്രീലങ്കയുമായിട്ടാണ് ഈ ഒരു ടൂർണമെൻറ്റ് നടക്കുന്നത്. പാകിസ്ഥാൻ ഇന്ത്യയിൽ കളിക്കില്ല എന്നുള്ള നിലപാടുള്ളതിനാൽ തന്നെ ശ്രീലങ്കയിൽ ഏതെങ്കിലും വേദിയിൽ വെച്ചിട്ടായിരിക്കും ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ നടക്കുക. കഴിഞ്ഞ വർഷം 2024 ലോകകപ്പ് നടന്ന പോലെ തന്നെ 5 ടീമുകൾ വീതമുള്ള 4 ഗ്രൂപ്പുകളാണ്. ശേഷം ഓരോ ഗ്രൂപ്പിൽ നിന്നും 2 ടീമുകൾ വീതം സൂപ്പർ 8-ലേക്ക് പോകും. പിന്നീട് സെമിയും ഫൈനലും എന്ന രീതിയിൽ തന്നെയാണ് ഇത്തവണയും ഈ ടൂർണമെൻറ്റ് ക്രമീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ത്യ നിലവിൽ ഫൈനലടക്കം ക്രമീകരിച്ചിട്ടുള്ളത് ഇന്ത്യയിലാണ്, അഹമ്മദാബാദിലാണ് ഫൈനലടക്കം ക്രമീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഏതെങ്കിലും കാരണവശാൽ പാകിസ്ഥാൻ ഫൈനലിലെത്തുകയാണെങ്കിൽ ശ്രീലങ്കയിൽ വെച്ചായിരിക്കും ഫൈനൽ മത്സരങ്ങളടക്കം നടക്കുക എന്ന കാര്യം ഇപ്പോൾ ICC അറിയിക്കുന്നുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനം ഈ ഇറ്റലി പോലുള്ള ചില യൂറോപ്പിൽ നിന്ന് ഇറ്റലി യോഗ്യത നേടി എന്നുള്ളതാണ്. ഒരുപക്ഷെ യൂറോപ്പിൽ നിന്ന് അങ്ങനെ ടീമുകൾ പൊതുവെ ക്രിക്കറ്റിൽ അത്ര മികവ് കാണിക്കാറില്ല. പക്ഷേ ഇറ്റലി ഇത്തവണ ലോകകപ്പിലുണ്ട്. ഏറ്റവും പ്രധാനം ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റൻ, അതായത് T20-യിൽ ഇന്ത്യക്ക് 2024 കിരീടം നേടുന്ന രോഹിത് ശർമ്മ ബ്രാൻഡ് അംബാസിഡറായി ഇത്തവണ ലോകകപ്പിനെത്തി എന്നുള്ളതാണ്. ശരി, ഓക്കെ. ആഷിഖാണ് വിവരങ്ങൾ നൽകിയത്.